ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഘോഷങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പള്ളികളിൽ പെരുന്നാൾ ആഘോഷങ്ങൾ തുടങ്ങുകയായി. ജപമാല പ്രദക്ഷിണവും ജപമാല സന്ധ്യകളും ആരംഭിച്ചു കഴിഞ്ഞു. കുടുംബ കൂട്ടായ്മകളുടെ വാർഷിക ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്ത്യാനികൾ പൊതുവെ അച്ചടക്കം ഉള്ളവർ ആണ് സമൂഹത്തിൻ്റെ വിലയിരുത്തൽ. ഈ അടുത്ത കാലത്തെ തിരുനാൾ പ്രദക്ഷിണങ്ങൾക്ക് സ്ത്രീ സമത്വത്തിൻ്റെ പേരിൽ പെൺകുട്ടികളും തുള്ളാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അച്ചടക്കം എല്ലാം പോയി മറഞ്ഞു. രാത്രി പ്രദക്ഷിണങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ എന്തിനെ ലോഹയിട്ട കൊച്ചച്ചന്മാർ വരെയും തുള്ളിച്ചാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ് ഓടുകയാണ്. ആഹ്ലാദിക്കരുത്, സന്തോഷിക്കരുത് എന്ന് ആരും പറയുന്നില്ല. എന്നാൽ അതിനെ ഒരു സ്ഥലകാല ബോധവും വിവേകവും വേണമെന്ന് മാത്രം. പള്ളി കോമ്പൗണ്ടിൽ ബാൻഡ് വാദ്യങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രം പാടുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണത്തിനും ബാൻഡ് വാദ്യക്കാർ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതാണ് ഉചിതം. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഗാനമേള ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യവും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കപ്പെടുന്നത്. അതിനാൽ ഗാനമേള പരിപാടി പള്ളി കോമ്പൗണ്ടിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത്ര നിർബന്ധം ആണെങ്കിൽ ഭക്തിഗാനമേളകൾ സംഘടിപ്പിക്കാം. നമ്മുടെ തിരുനാൾ പ്രദക്ഷിണം റോഡിൻ്റെ വശം ചേർന്ന് 2 വരിയായി പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു തരത്തിലും വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ആകണം പ്രദക്ഷിണം നടത്തേണ്ടത്. റോഡ് മൊത്തം അടച്ചു കെട്ടി പ്രദക്ഷിണം നടത്തുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. തിരുനാളിന് എല്ലാ പള്ളികളിലും താൽക്കാലിക വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പെരുന്നാളിനും കുർബാനയ്ക്കും വരുന്ന ആളുകൾ എല്ലാം റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അത് മറ്റ് വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. തിരുനാളിനും മറ്റ് ആഘോഷങ്ങളിലും കമ്മിറ്റി അംഗങ്ങൾ ആയവർ ഒരു കാരണവശാലും അന്നേ ദിവസം മദ്യപിക്കരുത്. ഏറ്റവും ഭക്തിപൂർവം ആയിരിക്കണം ക്രിസ്ത്യാനികളുടെ എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങളും നടത്തപ്പെടേണ്ടത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീടുകളിലും പള്ളികളിലുമൊക്കെ അലങ്കാരങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതാഘാതം സാധാരണ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇത്തരം ആഘോഷ പരിപാടികളുടെ അലങ്കാരങ്ങൾക്ക് ഇടയ്ക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ജപമാല സന്ധ്യയ്ക്ക് മുൻപ് താമസിച്ചിരുന്ന ഇടവകയിലെ യൂണിറ്റിൽ സഹായിക്കുവാനായി ഞാൻ പോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റേജ് ഡെക്കറേഷനും പൂക്കൾ ഒരുക്കലും ഒക്കെ. അങ്ങനെ അവിടെ ഒരു വീട്ടിൽ മാതാവിൻ്റെ രൂപം ഒരുക്കുന്നു. അതിനു പിന്നിൽ കർട്ടൻ സെറ്റ് ചെയ്ത് മനോഹരമാക്കുന്നു. ഈ കർട്ടൻ ഇടുന്നത് ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് പോലുള്ള ഫ്രെയിമിനു മീതെയാണ്. എല്ലാം കഴിഞ്ഞു, മനോഹരമായി ജപമാല കഴിഞ്ഞു, വികാരിയച്ഛൻ്റെ സന്ദേശം, നേർച്ച ഭക്ഷണം ഒക്കെ കഴിഞ്ഞു. ഇനി ഡെക്കറേഷൻ ചെയ്ത തുണികളും മറ്റ് അലങ്കാരങ്ങളും അഴിച്ചെടുക്കലാണ്. ഞാൻ വേഗം ചെന്ന് സ്റ്റേജിന് പുറകിലെ ഡെക്കറേഷൻ തുണി അഴിച്ചെടുക്കുവാൻ ആയി ആ ഇരുമ്പിൻ്റെ പൈപ്പിന് മീതെ പിടിച്ചു. സ്വർഗം കണ്ടു കേട്ടോ. മരണം മുന്നിലെത്തിയ നിമിഷങ്ങളായിരുന്നു എനിക്ക് അത്. സാധാരണ ഷോക്കടിച്ചു കഴിഞ്ഞാൽ കൈ തെറിച്ചു മാറുകയാണ് പതിവ്. ഇത് എൻ്റെ ഇടതു കൈപ്പത്തി ഇരുമ്പ് പൈപ്പിനോട് ചേർന്ന് മടങ്ങിപ്പോയി. വളരെ ശ്രമകരമായി ഞാൻ കൈ കുടനെ പൈപ്പിൽ നിന്ന് വിടുവിച്ചു. ഇത്രയും വലിയ ഷോക്ക് ആദ്യമാണ്. മടങ്ങിയ വിരലുകൾ നിവർത്താൻ വളരെ ബുദ്ധിമുട്ടായി. ലൈറ്റ് സൗണ്ടുകാരനോട് ഞാൻ വേഗം ചെന്ന് പറഞ്ഞു ആ ഭാഗത്തെ കണക്ഷൻ ഓഫാക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വന്ന് നോക്കിയപ്പോൾ LED കൊന്ത ഘടിപ്പിക്കുവാൻ വേണ്ടി എടുത്ത കണക്ഷൻ മെയിൻ വയറിൽ നിന്നും സൂചി കുത്തി ഘടിപ്പിച്ചിട്ടുള്ളത് ആ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ ഫ്രെയിമിൽ മുട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ഞാൻ കാണാതെയാണ് ഇരുമ്പിൻ്റെ പൈപ്പിൽ കയറി പിടിച്ചത്.
മരിച്ചില്ല, ദൈവം കാത്തു. ഇത് കേൾക്കുന്ന ഇലക്ട്രീഷ്യന്മാരെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇത്തരം എളുപ്പപ്പണികൾ ചെയ്യരുത്. അഥവാ ഇങ്ങനെ കറണ്ട് കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് അതിന്മേൽ ഒന്ന് ചുറ്റി വയ്ക്കണം. പ്ലീസ്, അഭ്യർത്ഥനയാണ്. കൊച്ചിൻ റിഫൈനറിയിൽ കരാറടിസ്ഥാനത്തിൽ ഇലക്ട്രീഷ്യനായി ഞാൻ ജോലി ചെയ്യുമ്പോൾ നിരവധി പ്രാവശ്യം ജനറേറ്റർ റൂമിലെ ഇൻസുലേറ്റഡ് ഇലക്ട്രിക്കൽ കേബിളിന് മീതെ കൂടി ചവിട്ടി നടക്കേണ്ടി വന്നിട്ട് പോലും ഷോക്ക് അടിച്ചിട്ടില്ല. ഇത് ഇത്രയും വലിയ ഷോക്ക് അടിച്ചത് ആദ്യമായിട്ടായിരുന്നു. കിട്ടിയ സമ്മാനം ആരോടും അധികം കൊട്ടിഘോഷിച്ച് പരിപാടിയുടെ ആ സന്തോഷവും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഭയങ്കര ക്ഷീണം, പെട്ടെന്ന് ഉറങ്ങാനും ആയി കിടന്നു. സമയം രാത്രി 11 ആയിട്ടുള്ളൂ. കിടന്ന പാടെ എനിക്ക് ഷോക്കടിച്ച ആ ഭാഗത്തെ, ഇടതുഭാഗത്തെ കൈയും കാലും ഭയങ്കര വേദനയും തരിപ്പും. പതിയെ വേദനയോട് കൂടിയ മരവിപ്പായി. ഇടത് സൈഡ് അനക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ചുണ്ടുകൾ വലത്തോട്ട് കൂടിപ്പോവുകയും ചെയ്തു. മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഫുൾ ടൈം നേരം വെളുക്കുന്നവരേക്കും ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ മുഖം ഒന്നല്പം റെഡിയായി, സംസാരിക്കാനും പറ്റുന്നുണ്ട്. ഇടതു കൈയിൻ്റെ വേദന അങ്ങോട്ട് മാറുന്നില്ല. ഞാൻ പതുക്കെ കിടക്കുന്നതിനടുത്ത് തന്നെയാണ് ഷെൽഫിൽ നിന്ന് തൈലവും ഓയിൽമെൻറ്റും ഒക്കെ എടുത്ത് ഈ ഇടത് ഭാഗം വലത് കൈ കൊണ്ട് അമർത്തി ഉഴിഞ്ഞ് ആ ഭാഗത്തേക്ക് എന്തോ പറ്റിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഭാഗം നന്നായി അമർത്തി ഉഴിഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ കിടക്കാതെ 3 ദിവസമാണ് ഈ കലാപരിപാടി ഞാൻ ചെയ്യേണ്ടി വന്നത്. ഒപ്പം തന്നെ ഹാർട്ടിൻ്റെ മെഡിസിൻ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം, ഇത് ബ്ലഡ് കോട്ടായതാണോ എന്നറിയാത്തത് കൊണ്ട് എക്കോസ്പിരിൻ ഗുളിക ഉള്ളത് മുഴുവനും കഴിക്കേണ്ടി വന്നു. മാത്രമല്ല നിംസിലൈഡ് വേദനയുടെ ഗുളിക, അങ്ങനെ വേദനയുടെ ഒത്തിരി മരുന്നുകൾ കഴിച്ചു. ഒരു വിധം 3-ാം ദിവസം എനിക്ക് എഴുന്നേൽക്കാമെന്നായി. 2-ാം തീയതി സംഭവിച്ച കാര്യം ഇപ്പോഴും പൂർണ്ണമായി വേദന വിട്ടുമാറിയിട്ടില്ല. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പോയി, പതുക്കെ നടക്കാനും പറ്റുന്നുണ്ട്. കൈകാലുകൾ ഇപ്പോഴും വേദനയുണ്ട്, പ്രത്യേകിച്ച് ജോയിൻറ്റുകളിൽ. അതിനാൽ നമ്മൾ ഷോക്കടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആഘോഷവേളകളിൽ പരമാവധി ഒഴിവായി നിൽക്കുക. മാലബൾബ്, ട്യൂബ് ഇവ വീട്ടിലിടാൻ വരുന്നവരോട് എളുപ്പപ്പണി ചെയ്യാതെ ജോയിൻ്റ് കണക്ഷൻ എടുക്കുന്നിടത്ത് വെച്ച് ഇൻസുലേഷൻ ടേപ്പ് കൂടി ഒന്ന് ചുറ്റുവാൻ പറയുക. എനിക്ക് സംഭവിച്ചത് ഏതെങ്കിലും കുട്ടികൾക്ക് ആയിരുന്നുവെങ്കിൽ അത് മരണത്തിൽ കലാശിക്കുമായിരുന്നു. അതുകൊണ്ട് ഏത് തരം ആഘോഷത്തിലും വൈദ്യുത ഉപകരണങ്ങൾ ഇടാൻ വരുന്നവരോട് വേണ്ടത്ര സുരക്ഷിതത്വം ഉണ്ടാകുന്ന തരത്തിൽ അലങ്കാരങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശിക്കുക. കുട്ടികൾ ഒന്നും വൈദ്യുത വയറിൽ കയറി പിടിച്ചു വലിക്കുവാനുള്ള ഒരു തരത്തിലുള്ള സാഹചര്യവും ഉണ്ടാകരുത്. നമ്മുടെ ആഘോഷങ്ങൾ എല്ലാം തന്നെയും ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തിലും നടത്തപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഈശോനാഥൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.